ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ESP32 ഉപയോഗിച്ച് എങ്ങനെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ SSD1306 എന്ന് പറഞ്ഞ OLED ഡിസ്പ്ലേ മൊഡ്യൂളാണ്. കുറച്ച് ജമ്പർ വയറാണ്. നമുക്കിത് കണക്ഷൻ ചെയ്യാം. ഡിസ്പ്ലേയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന യെല്ലോ ആണ്. നമുക്ക് ഈ ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്ക് യെല്ലോ കണക്ട് ചെയ്യാം. VCCയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ച് നമുക്ക് 3.3 വോൾട്ടേജിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. SCCLലെ കണക്ഷൻ നമുക്ക് D22ലേക്കും റെഡ് വയറാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് SDAയിലെ കണക്ഷൻ D21ലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. അത് നമ്മൾ ബ്രൗൺ ആണ് കണക്ട് ചെയ്തിരിക്കുന്ന വയർ. ഇത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബോർഡ് കണക്ട് ചെയ്യാം. റെഡ് LED തെളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ലൈബ്രറി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ. അതിനായിട്ട് സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറി, മാനേജ് ലൈബ്രറി, അവിടെ ഞാൻ ഓൾറെഡി ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കാണിക്കും ഇതേപോലെ. അതിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ വേറൊരു ലൈബ്രറിയും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. SSD1306 എന്ന് പറഞ്ഞ ലൈബ്രറി. അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ബാക്കിലേക്ക് പോകും. നമുക്കിനി പ്രോഗ്രാം ചെയ്യാം. ഈ ന്യൂട്ടൺ എന്നുള്ളതാണ് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ഡിസ്പ്ലേയിൽ എഴുതി വരേണ്ടത്. ഇത് ഫോണ്ട് സൈസ് ആണ്. നമുക്ക് ഇപ്പോൾ 2ലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ന്യൂട്ടൺ എന്ന് എഴുതി വന്ന് നമുക്കിത് ഫോണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. 1ലേക്ക് ഇട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. നേരത്തേലും വലിപ്പം 3 കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റും ചേഞ്ച് ചെയ്യാം. അപ്ലോഡ് ചെയ്യാം. ത്രീ വന്നു കഴിയുമ്പോഴേക്കും ഇത്രയും വലിപ്പം വരും. നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പോർട്ട് എങ്ങനെ ചൂസ് ചെയ്യാം, ബോർഡ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.